സീറ്റ് നിർണയം പൂർത്തിയായതോടെ കളം നിറഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. സീറ്റ് കിട്ടാത്തവരുടെ അതൃപ്തി പരിഹരിക്കാനും തീവ്ര ശ്രമം. എംപിമാർ മത്സരിക്കുമെന്നത് മാധ്യമങ്ങൾ നടത്തിയ തെറ്റായ പ്രചാരണമെന്ന് വി ഡി സതീശൻ. പ്രചാരണ രംഗത്ത് സജീവമാകാൻ കെ സുധാകരൻ. ടി ഒ മോഹനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ച് സുധാകരൻ. പാർട്ടി വിടില്ലെന്ന് എൽദോസ് കുന്നപ്പിള്ളി. പാർട്ടിക്കൊപ്പമെന്ന് അടൂർ പ്രകാശും. ഷിയാസിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് ദീപ്തി മേരി വർഗീസ്. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ കല്ലുകടി മാറാതെ കോൺഗ്രസ്. ഒഴിവാക്കിയതിൽ അതൃപ്തിയെന്ന് ജോസഫ് വാഴക്കൻ. കല്യാശ്ശേരിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പരസ്യമാക്കി കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി. തളിപ്പറമ്പിലും പയ്യന്നൂരും UDFന് വിമത ഭീഷണി. പുനലൂരിൽ മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ. ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ജോസഫ് വിഭാഗം. തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കടുത്ത അതൃപ്തിയിൽ CPM. പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിനോട് ആവശ്യം. സ്ഥാനാർത്ഥി എവിടെയെന്ന് UDF. പിണറായി വിജയനെ പിന്തുണച്ചുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി G സുധാകരൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷം, പക്ഷേ ജനം LDFന് വോട്ട് ചെയ്യില്ല. താൻ ജനകീയ സ്വതന്ത്രനെന്നും G സുധാകരൻ. പ്രചാരണത്തിൽ കൺവെൻഷനോ കമ്മിറ്റിയോ ഉണ്ടാകില്ല. സുധാകരനായി പ്രചാരണം തുടങ്ങാൻ UDF. തിരുവനന്തപുരത്ത് കരമന ജയൻ BJP സ്ഥാനാർത്ഥി. കോവളത്ത് TN സുരേഷും ചിറയൻകീഴിൽ BS അനൂപും മത്സരിക്കും. പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളത്തിലേക്ക്. കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രചാരണത്തിലെത്തും. മുസ്തഫ ഖമേനി ജീവനോടെ ഉണ്ടെങ്കിൽ കീഴടങ്ങണമെന്ന് ട്രംപ്. ഇറാനുമായി ഡീലിനില്ലെന്ന് ട്രംപ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം. UAE ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിൽ തീപിടുത്തം. ബഹ്റൈനിലും സൗദി അറേബ്യയിലുമായി നടക്കാനിരിക്കുന്ന ഫോർമുല 1 റേസ് റദ്ദാക്കി. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം. ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാളയം ഇമാം. സമാധാനം പുലരണമെന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന.